കളിയിടത്തിൽ കരാർ ലംഘനം. കൊച്ചിയിലെ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം നവീകരണത്തിനായി ഏറ്റെടുത്ത സ്പോൺസർമാർ പണികൾ പൂർത്തിയാക്കാതെ സ്റ്റേഡിയം തിരിച്ചേൽപ്പിച്ചു. നവംബർ 30-ന് തൃക്കക്ഷി കരാർ അവസാനിക്കാനിരിക്കെയാണ് ഈ നീക്കം. ഇതോടെ ദീർഘനാളത്തേക്ക് മത്സരങ്ങൾ നടത്താനാകാത്ത അവസ്ഥയിൽ GCDA അതായത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി വെട്ടിലായി. 70 കോടിയുടെ കരാർ 70% പോലും പൂർത്തിയായില്ല. സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെ സ്പോൺസറും സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരളയും GCDAയും തമ്മിലായിരുന്നു ഇത്തരത്തിൽ കരാർ നിലനിന്നിരുന്നത്. 70 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സ്റ്റേഡിയം കൈമാറണമെന്നായിരുന്നു ധാരണ. നവംബർ 30-നകം പണികൾ പൂർത്തിയാക്കുമെന്നായിരുന്നു സ്പോൺസറുടെ ഉറപ്പ്. എന്നാൽ നിർണായകമായ പല പണികളും പൂർത്തിയാക്കിയിട്ടില്ല. പ്രവേശന കവാടം, പാർക്കിംഗ് ഏരിയ, ചുറ്റുമതിൽ എന്നിവയെല്ലാം പാതി വഴിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റിംഗ് ജോലികൾ 70% മാത്രമാണ് പൂർത്തിയായത്. സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര നവീകരണ ജോലികളും മുടങ്ങി. കരാർ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് സ്പോൺസർ സ്റ്റേഡിയം കൈവിട്ടതോടെ നിലവിൽ നിയമപരമായി ശക്തമായ ഒരു കരാറില്ലാത്ത അവസ്ഥ GCDAയ്ക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സ്പോൺസർക്ക് വീണ്ടും സമയം അനുവദിക്കാൻ GCDA ആലോചിക്കുന്നുണ്ട്. ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ GCDA ഏറ്റെടുത്തു നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിനായി GCDA എഞ്ചിനീയറിംഗ് വിഭാഗം സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തും. സ്റ്റേഡിയം നവീകരണം ആരംഭിച്ചത് മുതൽ തന്നെ കരാറുകളും നിയമപരമായ സാധുതയുമില്ലാതെയാണ് കാര്യങ്ങൾ നടന്നതെന്ന ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. GCDA, സ്പോർട്സ് കൗൺസിൽ, സ്പോൺസർ എന്നിവർ തമ്മിൽ നവംബർ 30 വരെ തൃക്കക്ഷി കരാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിയമപരമായ അന്തിമ കരാറോ വ്യക്തമായ വാടക വ്യവസ്ഥകളോ സ്റ്റേഡിയം കൈമാറ്റ വ്യവസ്ഥകളോ ഉണ്ടായിരുന്നില്ല. GCDA സ്വത്തെടുത്ത് സ്പോൺസറെ പണിയെടുപ്പിച്ചത് പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പായിരുന്നു. വർക്ക് ഫസ്റ്റ്, പേപ്പർ വർക്ക് ലേറ്റർ എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. ചുറ്റുമതിൽ വിവാദം. സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിലുമായി ബന്ധപ്പെട്ട് നിർമ്മാണാനുമതി വേണമെന്ന് നഗരസഭ പോലും ആവശ്യപ്പെട്ടിരുന്നു. ആരുടേതാണ് ഈ 70 കോടി? ദുരൂഹത തുടരുന്നു. സ്റ്റേഡിയം നവീകരണത്തിനായി 70 കോടി രൂപ ചെലവ് വരുമെന്നായിരുന്നു കണക്ക്. എന്നാൽ ഈ പണം ആരുടേതാണെന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. വാഗ്ദാനം ചെയ്തതനുസരിച്ച് പ്രവേശന കവാടം, പാർക്കിംഗ്, മേൽക്കൂര നവീകരണം, സീറ്റിംഗ് ജോലികൾ എന്നിവയൊന്നും പൂർത്തിയാക്കാതെ സ്പോൺസർ കരാർ അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് സ്ഥലം വിട്ടു. ഇനി ആരാണ് പണം മുടക്കിയത്? നവീകരണത്തിന്റെ ചിലവ് സ്പോൺസർ വഹിച്ചു എന്നാണ് സർക്കാർ തലപ്പത്തുള്ളവർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഫ്ലഡ് ലൈറ്റ് ഉൾപ്പെടെയുള്ളവയുടെ ഫണ്ടിംഗ് ആരുടേതായിരുന്നു എന്നതിലും ആകെ ചെലവ് എത്രയാണ് എന്നതിലും ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. പൊതുപണം വകമാറ്റിയോ സ്പോൺസർ സ്വന്തമായി ചെലവഴിച്ചോ എന്ന ചോദ്യത്തിനും ഉത്തരമില്ലാത്ത അവസ്ഥയാണ്.